എം സ്വരാജ് പരാജയപ്പെട്ടാൽ മുസ്ലിം ലീഗിൽ ചേരുമെന്ന് ബെറ്റുവെച്ചു. ഒടുക്കം നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് ജയിച്ചതോടെ പാർട്ടി അംഗത്വം വിട്ടിരിക്കുകയാണ് CPI നേതാവ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് ജയിച്ചതോടെയാണ് വാക്ക് പാലിച്ച് CPI നേതാവ് മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുന്നത്. തൂവൂർ ടൗൺ ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി ഗഫൂറാണ് പാർട്ടി വിട്ടത്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഷെരീഫുമായിട്ടായിരുന്നു ബെറ്റ് വെച്ചിരുന്നത്. സ്വരാജ് ജയിക്കുമെന്നായിരുന്നു ബെറ്റിൽ. എന്നാൽ ഫലം വന്നപ്പോൾ നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചതോടെ ഇന്ന് രാവിലെയാണ് ഗഫൂർ പാർട്ടി അംഗത്വം രാജിവെച്ചിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉച്ചസ്ഥായിലെത്തി നിന്ന 14-ന് രാവിലെയാണ് വാശിയേറിയ ബെറ്റ് നടന്നത്. ചായക്കടയിൽ നടന്ന ചർച്ച രാഷ്ട്രീയമായ തർക്കത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് പന്തയം വെക്കുകയുമായിരുന്നു. ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ പരാജയപ്പെടുകയാണെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഷെരീഫ് പറഞ്ഞിരുന്നത്. എം സ്വരാജ് പരാജയപ്പെട്ടാൽ മുസ്ലിം ലീഗിൽ ചേരാമെന്ന് ഗഫൂർ ബെറ്റ് വെച്ചു. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ ഭാഗമായി താൻ പ്രവർത്തിക്കുമെന്ന് ഗഫൂർ അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ ഞാൻ സംഗമിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്താണ് ഗഫൂർ. ഗഫൂർ CPIയിലെ തൂവൂർ ടൗൺ ലോക്കൽ സെക്രട്ടറി കൂടിയാണ്, ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ഗഫൂർ. ആ ഗഫൂർ ഞാനും ഈ ഇലക്ഷന് മുമ്പ് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയിലെത്തിയിരുന്നു. ഒരു വെറ്റി വെച്ചിരുന്നു തന്നെ പറയാം, വെച്ചിരുന്നു. എന്താ വെച്ചാൽ വിഷയമൊന്നുമല്ല, സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കും, പൊതുപ്രവർത്തനം നിർത്തിവെക്കും എന്ന് ഞാൻ ഗഫൂറിനോട് പറയുകയും ഗഫൂർ തിരിച്ച് ഗഫൂർ എഗ്രിമെന്റ് വെച്ചിട്ട് പേപ്പറിൽ എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഗഫൂറിനോട് തിരിച്ചു പറഞ്ഞു, ഞാൻ സ്വരാജ് തോറ്റു കഴിഞ്ഞാൽ ആര്യാടൻ ഷൌക്കത്താണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നക്ഷത്രാധിക ഹരിത പതാകയുടെ പ്രവർത്തകനായി അതിന്റെ ഒരാളായി തൂവൂരിൽ പ്രവർത്തിക്കും സജീവമായിട്ടെന്ന് അവർ എനിക്ക് വാഗ്ദാനം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്ന് രാവിലെ തന്നെ എന്നെ തേടി എന്റെ വീട്ടിൽ വരികയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹുസൈന്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എത്തിയത്. പ്രിയപ്പെട്ട ഗഫൂർ ഇന്നു മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു വരും അറിയിക്കുകയാണ് സസന്തോഷത്തോടുകൂടി. ഈ ചാനൽ നിലമ്പൂർ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.